ആരൊക്കെ ഇത്? ഈ തെണ്ടികളൊക്കെ ആരാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത്? ഇതിനപ്പുറം കടന്നാൽ വരെ വിട്ടു പോന്നൂല്ലേ? ചേച്ചിനെ കണ്ടപ്പോ ഒരു സന്തോഷം തോന്നി. പെട്ടെന്ന് നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. അന്നൊരു കെട്ടിപ്പിടി തരാന്ന് പറയാ. ഇദ്ദേഹം നമ്മൾ ആരാ മനസ്സിലായില്ല. പെരേര അലിൻ ജോസ്. അലൻ ജോസ് പെരേര. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. മച്ചാന്റെ പേര്? എന്റെ പേര് അഭിലാഷ്. ഇവനേതാ? എന്റെ സുഹൃത്താണ്. ഇവൻ ആദ്യം പിടിച്ച് പുറത്താക്കെ. ഇവനെ കണ്ടപ്പോഴേ എനിക്ക് അലർജി അറിയുന്നത്. പിടിച്ച് പുറത്താക്കെ. അപ്പം രണ്ടുപേരും എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ആ ചെറുതായിട്ട് നീ എന്താ ആലോചിക്കുന്നത്? എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. ഞങ്ങളൊരു Skit ചെറിയ ചെയ്തിട്ടുണ്ട്. സ്കിറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു സംഭവം. എന്താണാവോ പുതിയ കണ്ടുപിടുത്തം? എന്താണെന്ന് ഞാൻ പറഞ്ഞാലേ ആൽഫി ചേട്ടൻ വാലും പൊക്കിക്കൊണ്ട് ഓടും. നീ വേഗം കാണിക്കേ. പഞ്ചായത്ത് ജെട്ടി, ഗംഭീരമായ ജെട്ടി, ആറാടുന്ന ജെട്ടി. എന്തോ കുഴപ്പമുണ്ടല്ലോ. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അതെ, സിനിമ താരെ അത് പഞ്ചായത്ത് ജെട്ടി. ഓക്കെ ഓക്കെ ഓക്കെ. ബുദ്ധിയില്ലാത്ത ഇവൻ നിവൃത്തിയില്ലാതെ ചെയ്തു പോയതാ. ആർക്കടാ ബുദ്ധി ഇല്ലാത്തത്? നിനക്ക് ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള മൂവി റിവ്യൂയിങ് സ്റ്റൈൽ തന്നെ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാന് സൗണ്ട് തോമയുടെ ശബ്ദം ചെയ്യുന്നുണ്ട്. ഞാനാണോ അത് പെരേരയാണോന്ന് ഓഡിയൻസ് പറഞ്ഞാൽ നല്ലതായിരിക്കും. ഓഡിയൻസ് ബെറ്റർ ഏതാണ്? ബെറ്റർ ഏതാണ് എന്നുള്ളത് കേട്ടോ. ഈ ഭേദം എങ്ങനെയുണ്ട് അച്ചു? നമ്മുടെ പെങ്ങന്മാരെ നീഗ്രോകളെ കൊണ്ട് കെട്ടിക്കുന്ന പോലെ ഉണ്ട് സാർ. യവനൊക്കെ പള്ളിയിലച്ചനായിട്ട് വന്ന ആ ഇടവകക്കാരുടെ ഒരു അവസ്ഥ. നമുക്കിന്ന് നിർത്താം. രാജമാണിക്കോ, ഈ സംഗീതം വരുന്നത് ഒരു പ്രത്യേക മൂഡിലാണ്. ചൈന ഭാഷ പറയുന്നോടാ. അയ്യന്റെ മോനെ. പട്ടണത്തിൽ ഭൂതം എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അതിൽ മമ്മൂക്കാടെ ഒരു വോയിസ് ചെയ്യാറുണ്ട്. അത് പറഞ്ഞിട്ട് ഇങ്ങനെ ഡാൻസ് ഒക്കെ പുള്ളി കളിക്കും. ഇത് തീർന്നില്ലേ? അത് ജസ്റ്റ് ഒന്ന് കേൾക്കുവാണെങ്കിൽ ഇവനൊക്കെ എവിടുന്ന് വരുന്നടാ? രാവിലെ ഞാൻ ഓരോരുത്തന്മാർ കെട്ടിയെടുത്തോളൂ. പൂവും കായും അവന്റെ